ഞാനിവിടെ നമുക്കൊക്കെ പ്രിയപ്പെട്ട കൊത്തു പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനായി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഒരു വലിയ സൈസ് ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇതിൽ കുറച്ചേ ചേർക്കേണ്ടതുള്ളൂ, കാരണം നമ്മൾ കറിയിലും പൊറോട്ടയിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ഉപ്പ് രസം വരും. ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊറോട്ട മുറിച്ചിട്ടത് ചേർക്കാം. ഞാനിവിടെ 4 പൊറോട്ട ചെറുങ്ങനെ മുറിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മുട്ട ചേർക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത് ഗ്രേവിയാണ് ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ ആണോ അല്ലെങ്കിൽ മട്ടൻ്റെ ആണോ ബീഫിൻ്റെ ആണോ അങ്ങനെ ഏത് ഗ്രേവി ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ചിക്കൻ്റെതാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സാക്കി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. കറിയൊക്കെ ഫുള്ള് എല്ലാത്തിനും പിടിച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൊത്തി കൊടുക്കണം. നിങ്ങളെ കയ്യിൽ മരത്തിൻ്റെ ചട്ടുകമോ അല്ലെ ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊത്തി കൊടുക്കണം. കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.